ട്രംപും നെതന്യാഹുവും തമ്മിൽ അടിച്ചു പിരിഞ്ഞോ? ഇന്നലെ ട്രംപും നെതന്യാഹുവും തമ്മിൽ ദീർഘമായ ഒരു ഫോൺ സംഭാഷണം നടന്നു. ഈ ഫോൺ സംഭാഷണം വളരെ നന്നായിട്ടല്ല അവസാനിച്ചത്. കാരണം നെതന്യാഹു പറയുന്നത് ഇറാന് നേർക്ക് അടുത്ത ഘട്ടം ആക്രമണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് പേര് വിട്ടുവച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സ്ലഡ്ജ് ഹാമർ എന്നാണ് ഇനി നടത്തേണ്ട ആക്രമണത്തിൻ്റെ പേര്. ആ ആക്രമണം ട്രംപ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഇറാന് ഗുണമുണ്ടാകും. ഇറാൻ ഈ സമയത്ത് അവിടെ ഇരുന്ന് പുതിയ മിസൈലുകൾ ഉണ്ടാക്കും. തകർത്ത സാധനങ്ങൾ പുനർനിർമ്മിക്കാൻ അവർക്ക് സമയം കിട്ടുകയാണ്. അവരുടെ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടിരുന്നാലേ അവരുടെ സ്റ്റോക്ക് തീരത്തുള്ളൂ. മാത്രമല്ല, ചൈന ഉൾപ്പെടെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന്, തുർക്കിയിൽ നിന്ന് പോലും ഒരുപക്ഷെ നാറ്റോയെ പേടിച്ച് കൊടുക്കുന്നില്ല എന്നാണ് വെപ്പെങ്കിലും തുർക്കിയിൽ നിന്ന് വരെ ഇറാന് സഹായം കിട്ടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സ്ലഡ്ജ് ഹാമർ നടത്താതിരിക്കുന്നത് മണ്ടത്തരമാണ്. ഇതുവരെ ചെയ്തത് മുഴുവൻ പാഴായി പോകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്സിയോസ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ ഏറ്റവും വിശ്വസനീയമായ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തു. അതേ തുടർന്ന് ആക്സിയോസിനെ കോട്ട് ചെയ്ത് നമ്മുടെ PTI വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിൽ ഇതൊന്നും വാർത്തയായിട്ട് വരുന്നില്ല. എനിക്കറിയില്ല, ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി ഈ കേരള നിയമസഭയിലെ കാര്യങ്ങൾ വേണം, പുതിയ മന്ത്രിസഭയുടെ കാര്യം വേണം, സതീശൻ്റെ അവതാരണങ്ങൾ വാഴ്ത്തിപ്പാടണം, കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും മഹാന്മാരാണ്, മഹാത്മാഗാന്ധിക്ക് ശേഷം ഉള്ള പുനരവതാരങ്ങളാണ് എന്നൊക്കെ പറയാം. പിണറായി വിജയൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ആഹ്ലാദിച്ചുള്ള ചിത്രമിടാം, അല്ലെങ്കിൽ അനുതപിച്ചുള്ള ചിത്രമിടാം. ഇതൊക്കെ വേണം, ശരിയാണ് ആളുകളെ. പക്ഷേ ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ പറയണ്ടേ? ഇറാനുമായിട്ടുള്ള യുദ്ധം എത്ര ആളുകളെയാണ് ബാധിച്ചിരിക്കുന്നത് അല്ലേ? ദുബായ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് ടൂറിസ്റ്റ് ഹബ്ബായിട്ടുള്ള സ്ഥലം വല്ലാത്ത തകർച്ചയിലാണ്. അവിടേക്ക് ആളുകൾ വരുന്നില്ല. അവിടുത്തെ ഏറ്റവും സേഫ് ഹെവനായിട്ട് കരുതിയിരുന്ന ദുബായിയുടെ അവസ്ഥ മാറിയിരിക്കുന്നു. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ കാലുഷ്യം, നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ ചലനങ്ങളും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് ബീബിയോട് നെതന്യാഹുവിന് ആവശ്യപ്പെട്ട് ഖത്തറും പാകിസ്ഥാനും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പുതിയ സമാധാന നിർദ്ദേശം വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദിവസം കൂടി കൊടുക്കാം, ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഹീറ്റഡായ ഡിസ്കഷൻ ഉണ്ടായി. അവസാനം നെതന്യാഹു ഫോൺ കട്ട് ചെയ്തു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ ആക്സിയോസ് ആണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉടനെ ട്രംപ് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഞാൻ എന്ത് പറഞ്ഞാലും നെതന്യാഹു വെക്കും, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നെതന്യാഹു എന്നാണ് ട്രംപ് മറുപടി പറഞ്ഞത്. എന്തു പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കോട്ട് ചെയ്തിട്ട് ഈ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ബിബീസ് ഹെയർ വാസ് ഓൺ ഫയർ, അത്രമേൽ ആകുലനും അസ്വസ്ഥനുമാണ്, തലമുടിക്ക് തീ പിടിച്ചതുപോലെയാണ് ആര് നിൽക്കുന്നത്? ബീബി നിൽക്കുന്നത്, നെതന്യാഹു നിൽക്കുന്നത്. അപ്പോൾ വലിയ ആരോഗ്യകരമായ രീതിയിലല്ല അവരുടെ സംഭാഷണം അവസാനിച്ചതെന്ന് പറയുന്നത്. കാരണം ഇസ്രായേലിനെ ആക്രമിച്ചേ പറ്റൂ, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവരത് ചെയ്തേ അടങ്ങൂ എന്നുള്ള വാശി പിടിക്കുമ്പോൾ ട്രംപ് ഇപ്പോൾ ഡീലിന് വേണ്ടി നിൽക്കുകയാണ്. ഡീൽ എന്ന് പറഞ്ഞാൽ ട്രംപിന് ഒരുപാട് സ്വകാര്യ താല്പര്യങ്ങളുണ്ട്. അതിലൊക്കെ ഉപരി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ നിലപാട് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന തരത്തിൽ ഇപ്പം ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. എന്തിന് യുദ്ധത്തിനിടയ്ക്ക് വേണ്ടി അമേരിക്ക അവരുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ മാറ്റേണ്ടി വന്നു, പുറത്താക്കി. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വിചാരിച്ച പോലെ മേൽക്കൈ നേടാൻ പറ്റിയില്ല. ഇതിനകത്ത് അമേരിക്കൻ പക്ഷത്തെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 28 ഈ ആക്രമണം നടത്തി ഖമനേയി ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നല്ലോ. സത്യത്തിൽ അത് അമേരിക്ക അല്ല ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അമേരിക്ക ഖത്തറിലൊക്കെ കൊണ്ടുവരുന്ന മറ്റേ ടാങ്കർ വിമാനങ്ങൾ, അതായത് റീഫ്യൂവൽ ചെയ്യാനുള്ള വിമാനങ്ങളൊക്കെ തിരിച്ചു പോകുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്താണ് വളരെ പെട്ടെന്ന് ഫെബ്രുവരി 28 വിമാനങ്ങളെത്തിയ ഈ ടെഹ്റാനെ ആക്രമിച്ച് അവരുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കൊല്ലുന്നത്. അത് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണെന്നും അതിൻ്റെ തൊട്ടു പിന്നാലെ അമേരിക്കയ്ക്ക് വന്ന് ചേരാത്ത നിവൃത്തിയില്ലാതെ പറ്റിയതാണെന്നും പറയപ്പെടുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധം നിർത്താനും വയ്യ, തുടരാനും വയ്യ. കാരണം വലിയ സാമ്പത്തിക നഷ്ടമാണ്. അതിൻ്റെ കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബിബിക്ക് വല്ലാത്ത അതൃപ്തി, ദേഷ്യം ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നായിരുന്നു ആക്സിയോസ് അമേരിക്കയിലെ ഉന്നത സൈനിക വൃത്തങ്ങളെ കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വാർത്ത ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വന്നു. അപ്പോൾ ഇനി മുന്നിലുള്ളൊരു ചോദ്യം, ഇപ്പം യുദ്ധം വേണ്ട, നമുക്ക് സമാധാനം മതി, എന്തെങ്കിലുമൊക്കെ ഡീൽ ഉറപ്പിച്ച് പിന്മാറാം എന്ന് അമേരിക്ക തീരുമാനിച്ചാൽ ഇസ്രായേൽ സമ്മതിക്കുമോ?
ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ വന്ന് വീണ്ടും ഇറാനെ അടിച്ചാൽ അമേരിക്കയ്ക്ക് നീ ചെയ്തുകൊണ്ട് ഞാൻ ഇനി ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കുമ്പോൾ ഈ അമേരിക്ക വലിയ ജൈജാൻറ്റിക്കായിട്ടൊരു രാജ്യം, വലിയ മിലിറ്ററി പവർ, വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യം. ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ്. പക്ഷേ ഇസ്രായേലാണോ അമേരിക്കയാണോ വലുതെന്ന് ചോദിച്ചാൽ ഇസ്രായേലാണെന്ന് ചരിത്രം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പോകുന്ന വഴിക്ക് അമേരിക്കയ്ക്ക് ചെല്ലേണ്ടി വന്നിട്ടുണ്ട് കാലത്തും. കാരണം അമേരിക്കയിലെ ഡിസിഷൻ മേക്കേഴ്സായിട്ടിരിക്കുന്ന എല്ലാ ആളുകളും, അമേരിക്കയ്ക്ക് നമ്മൾ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജൂതന്മാരുടെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. അമേരിക്ക എന്ത് ചെയ്യണം, അമേരിക്ക എങ്ങനെ പ്രവർത്തിക്കണം, അമേരിക്ക ആരോട് യുദ്ധം ചെയ്യണം, അമേരിക്ക ആരോട് സന്ധി ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ജൂത ഡീപ്പ് സ്റ്റേറ്റാണ്. ഈ ജൂത ഡീപ്പ് സ്റ്റേറ്റിനെ തള്ളിക്കൊണ്ട് അമേരിക്കയുടെ ഒരു പ്രസിഡൻറ്റിനും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒബാമയായിരുന്നല്ലോ ആദ്യത്തെ കറുത്ത വംശജനായ അമേരിക്കൻ പ്രസിഡന്റ്. ഒബാമയുടെ കാലത്ത് പോലും ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ. അപ്പോൾ ഇസ്രായേൽ കയറി ഇറാനെ അടിച്ചാൽ ഇസ്രായേലിനെ ഇറാൻ തിരിച്ചാക്രമിക്കും. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഉറപ്പായിട്ടും UAEയും സൗദിയെയും ബഹ്റിനെയും ഖത്തറിനെയൊക്കെ ആക്രമിക്കും. അവിടെയൊക്കെ ഉള്ളത് എന്താണ്? അമേരിക്കൻ താല്പര്യങ്ങളാണ്, അമേരിക്കൻ താവളങ്ങളാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇത് ദൂരിപ്പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ആശങ്ക ഉണ്ടാകുന്നത് ബീബിയും നെതന്യാഹുവും തമ്മിൽ വളരെ അമിക്കബിളായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു ഒത്തുതീർപ്പോ തീരുമാനമോ, ഇറാനെ അടിക്കണോ, എപ്പോൾ അടിക്കണം എന്നുള്ളൊരു തീരുമാനം എത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും സാഹസം ഇസ്രായേൽ കാണിക്കുമോ? കാരണം ഇസ്രായേൽ ചോദിക്കുന്ന ചോദ്യത്തിന് ന്യായമുണ്ട്. ഓരോ ഘട്ടത്തിലും ആദ്യത്തെ 10 ദിവസം ഇങ്ങനെ, അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ മിലിറ്ററി ആക്ഷനിൽ പ്ലാനിംഗ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നടത്തേണ്ട ഓപ്പറേഷന് ഒരു പേര് വരെ, സ്ലഡ്ജ് ഹാമർ എന്ന് പേര് വരെ ഇട്ടിട്ട് എന്തിനാണ് ഞങ്ങളോട് ആലോചിക്കാതെ അമേരിക്ക പിന്മാറുന്നത്? അത് ന്യായമായൊരു ചോദ്യമാണ്. നെതന്യാഹു ചോദിക്കുന്നത് നമ്മൾ ഒരുമിച്ച് അടി കൊടുക്കാൻ തീരുമാനിച്ചു, എന്നിട്ട് ചേട്ടൻ തീരുമാനിക്കുന്നത് ഇനി അടിയൊന്നുമില്ല, ഇനി അവനോട് ഞാൻ ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ആര്? ഞാൻ എന്തിനാണ് ഈ പഞ്ചാംഗം മേടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നെതന്യാഹു ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണി നെതന്യാഹുവിനാണ്. കാരണം ഇറാന് ഒരിക്കലും അമേരിക്കയിൽ പോയി ആക്രമിക്കാൻ കഴിയില്ല. കാരണം അത്തരം വലിയ മിസൈലുകളുടെയൊക്കെ റേഞ്ചിനപ്പുറത്താണ്, റീച്ചിനപ്പുറത്താണ് അമേരിക്ക ഇരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ ആക്രമിക്കാൻ ആർക്ക് പറ്റും? ഇറാന് കഴിയും. അപ്പോൾ ഭീഷണി എന്ന് പറയുന്നത് അപകടത്തിൻ്റെ വക്കിൽ നിൽക്കുന്നത് ഇസ്രായേലാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക കാണിക്കുന്നത് ഒരു ചതിയാണോ എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഞാൻ എൻ്റെ പണി നടത്തും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന് എന്താണ് ശേഷിയുണ്ട്? കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായതുകൊണ്ട് അതെടുത്ത് പ്രയോഗിക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഒന്നും സംഭവിക്കാനില്ല. കൊണ്ടുപോയി ഒരു സാധനം അവിടെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ പണി തീരും. പണി തീരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ UAE, ബഹ്റിൻ, എന്തിന് ഇവരുടെ വലിയ അനുഭാവം ഈ പ്രകടിപ്പിച്ചിരുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ അത്ര വലിയ ലോഹിത്തലല്ല ഇറാനോട്. കാരണം ഇവരെയൊക്കെ ആര് ഉപദ്രവിച്ചു? അവരുടെ പരമാധികാരത്തിലേക്കാണ്, ഞങ്ങൾ അമേരിക്കൻ താവളത്തിലാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞാലും ആ രാജ്യങ്ങളുടെ സോവറിനിറ്റിയിലേക്കാണ് ഇറാൻ കടന്നു കയറിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ദേഷ്യമുണ്ട്. ഇതിനിടയ്ക്ക് വാർത്തകൾ വന്നിട്ടുണ്ട്, UAE പോയിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. അവിടുത്തെ ലാവൻ എന്നോ മറ്റോ പേരുള്ള ഒരു എണ്ണപ്പാടം കത്തിച്ചത് UAE ആണെന്നുള്ള വാർത്ത വന്നിരുന്നു. സൗദിയും ചില അടി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഇസ്രായേൽ ഒരു അടി ഇറാനിട്ട് കൊടുത്താൽ ഈ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണിപ്പോൾ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ ബീബിയോട് പിടങ്ങാനും വയ്യ, എന്നാൽ യുദ്ധവുമായി മുന്നോട്ട് പോകാനും കഴിയില്ല എന്ന അവസ്ഥയിലാണ് അമേരിക്ക പെട്ടിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ട്രസ്റ്റ് വർത്തിയല്ലാത്ത നേതാവ്, വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവായിട്ട് ട്രംപ് മാറി. ട്രംപ് എന്ത് പറയുന്നു എന്ന് ട്രംപിനൊരു വിവരമില്ല. ഏത് നിലപാടും എപ്പോൾ വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഇസ്രായേലിനോട് പറയാം നമുക്ക് അടിച്ചേക്കാളിയ എന്ന് പറയും, ഇപ്പുറത്ത് വന്നിട്ട് ഇറാനോട് പറയും നമുക്ക് ചായ കുടിക്കാമെന്ന് പറയും. ഈ ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ ഫിനിഷ് ചെയ്യാനുള്ളൊരു ഗോൾഡൻ ചാൻസാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നാണ്. നേരത്തെ ഗാസ യുദ്ധം നടക്കുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രം നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്, ഈ സമയത്ത് നമ്മൾ തുറന്ന് പുറത്തിറങ്ങി അടിച്ച് ഫിനിഷ് ചെയ്യണം ചേട്ടാ എന്നാണ് പ്രധാനമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതാണ് അവിടെയുള്ള വികാരം. ആ വികാരത്തെ മറികടന്ന് ബീവിക്ക് പോകാൻ കഴിയില്ല, നെതന്യാഹുവിന് പോകാൻ കഴിയില്ല. മാത്രമല്ല നെതന്യാഹുവിന് ഈ യുദ്ധം കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പിന് നേരിടണം. ഒരു ഇലക്ഷൻ വരാൻ പോവുക. തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വരുന്ന നെതന്യാഹുവിന് അകാരണമായി പൂർണ്ണ വിജയം കാണാതെ യുദ്ധം അവസാനിപ്പിച്ചെങ്കിൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരും. അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളിപ്പം ഹോർമുസ് കടന്നു വരുന്ന
കപ്പലുകൾക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇടയിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു എന്നതാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. അപ്പോൾ തലമുടിക്ക് തീപിടിച്ച് നിൽക്കുന്ന നെതന്യാഹു എന്തു ചെയ്യും എന്നുള്ള ചോദ്യം വല്ലാത്ത ആശങ്കയും ആകാംക്ഷയും പടർത്തുന്നുണ്ട്. ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത് നിങ്ങൾ കൂടെയുള്ളതാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് കാണുന്ന ആളുകൾ ഉറപ്പായും, ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.